ഹലോ ഫ്രണ്ട്സ്, ഞാൻ വാസി. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ പല വിധത്തിലുള്ള ബജികളാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ ബജി ഉണ്ടാക്കുന്നത് ഒരു മാവിലാണ് കേട്ടോ. ഒരു മാവില് നമ്മൾ ഉണ്ടാക്കുന്നത് 7 തരം ബജികളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ടേസ്റ്റിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ ഇറക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ബജികൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 ക്യാരറ്റ്, പിന്നെ ഒരു ബീട്രൂട്ട്, പിന്നെ ഒരു 3 മുട്ട. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഈ ബജികൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമ്മൾ തൊലിയൊക്കെ വരണ്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കഴുകാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും നമ്മൾ നന്നായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് കഴുകാം. പിന്നെ നമ്മുടെ പച്ചക്കായാണ്, പച്ചക്കായ ഇവിടെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം നമ്മുടെ. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കിഴങ്ങ്, പിന്നെ നമ്മുടെ പച്ചക്കായ, പിന്നെ ക്യാപ്സിക്കൻ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമുക്ക് നമ്മുടെ തക്കാളി കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഓൾറെഡി ഇത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അപ്പോൾ ഇതേപോലെ 2 സൈഡൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിത് റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കേട്ടോ. ഇതേപോലെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. കണ്ടോ, ഇതേപോലെ കിട്ടണം. ഇത്ര കട്ടിൽ മതി. നമുക്ക് ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. നമുക്ക് ഇതൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള തക്കാളിയും കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് നമ്മുടെ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ക്യാപ്സിക്കനാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ഫസ്റ്റ് ഇതിൻ്റെ ഈ ഞെട്ടി ഉണ്ടല്ലോ, അത് ആദ്യം നിന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ തന്നെ റൗണ്ടിലാണ് കേട്ടോ നമ്മൾ ക്യാപ്സിക്കൻ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇതേപോലെയാണ് കിട്ടേണ്ടത്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് നമ്മുടെ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയല്ലോ ഇതേപോലെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളെ ഉള്ളി നമ്മൾ റൗണ്ടിൽ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. കണ്ടോ, ഏകദേശം ഇതേപോലെ തന്നെ ഈ കട്ടി ഉണ്ടാകാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അത് നമ്മുടെ പാത്രത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും കൂടി അതേപോലെ തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ റൗണ്ടിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമുക്കത് പുഴുങ്ങിയെടുക്കാം. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഇതേപോലെ കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നാലും നമുക്ക് നല്ല നീളത്തിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടോ, ഇതേപോലെ തന്നെ ഇങ്ങനെ നീളത്തിൽ കട്ടില്ലാതെ അതും കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത് നമ്മുടെ പച്ചക്കായ കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. അതും ഇതേപോലെ തന്നെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ, നമുക്ക് ഇങ്ങനെ നീളത്തിൽ കിട്ടും.
ഈ കട്ടി ഉണ്ടാവാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ടോ? അടുത്ത നമ്മുടെ ക്യാരറ്റ് നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ കട്ടി ഉണ്ടാവാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ക്യാരറ്റ് നമ്മൾ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമുക്ക് ക്യാരറ്റ് പുഴുങ്ങിയെടുക്കാം. പിന്നെ അതുപോലെ നമ്മുടെ മുട്ട ഞാൻ 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇനി നമുക്കിവിടെ മാവ് നമുക്ക് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഇത്ര വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ മൈദപ്പൊടി കേട്ടോ, ഞാനിവിടെ ഒരു 1/2 കിലോ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. അതേപോലെ ഇനി നമുക്ക് നമ്മുടെ കടലമാവാണ് കേട്ടോ, അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇനി നമ്മുടെ അരിപ്പൊടി കേട്ടോ അത്, അപ്പോൾ അതും 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മുളക് പൊടി കേട്ടോ, മുളക് പൊടി നമുക്ക് ഒരു 4 ടീസ്പൂൺ മതി കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഇത് പെരുങ്കായ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം, കുറച്ച് മതി കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചപ്പാണ്ടത്, ചപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ രൂപത്തിൽ കിട്ടേണ്ട നമ്മുടെ മാവ്, എന്നാലേ നമ്മുടെ ബജി നന്നായി റെഡിയായി വരുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം ഇതേപോലെ ഇങ്ങനെ വെക്കണം. ആ സമയം നമുക്ക് നമ്മുടെ അടുപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പൊരിക്കാനുള്ള അടുപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചട്ടി നമുക്ക് വെച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിലാണിത്. അപ്പോൾ നമുക്കത് ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പൊരിച്ചെടുക്കാൻ പോകുന്നത് നമ്മുടെ പച്ചക്കായാണ് കേട്ടോ. അപ്പോൾ പച്ചക്കായ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ മാവിലേക്ക് മുക്കിയെടുക്കാം. ഇതേപോലെ അങ്ങനെ മുക്കിയെടുക്കാം കേട്ടോ. കണ്ടോ, നന്നായിട്ട് നമ്മുടെ മാവ് ഇതിന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കായ ബജി റെഡിയായി വരുന്നുണ്ട്. കണ്ട, നല്ല ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ഈ ചട്ടിയിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തേക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കാം. ഇനി അടുത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അത് നമുക്ക് മാവിൽ മുക്കാം. കാണാം, നന്നായിട്ട് മാവ് നമ്മുടെ ഇതിന് പിടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബജി ഇവിടെ റെഡി ആയി വരുന്നുണ്ട്. കണ്ടോ, അത് നന്നായിട്ട് പൊള്ളച്ച് വരുന്നുണ്ട്. നമ്മുടെ മാവ് നല്ല റെഡി ആയതുകൊണ്ടാണ് ഇങ്ങനെ പൊള്ളച്ച് വരുന്നത്. കണ്ടോ,
ഇനി നമുക്ക് ഇതും നമ്മുടെ ചട്ടിയിൽ നമുക്ക് എടുക്കാം. നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് നമ്മുടെ ക്യാപ്സിക്കനാണ് നമ്മൾ പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മാവിലിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മാവിൽ ഇതേപോലെ മുക്കിയെടുക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് നമ്മുടെ മാവ്. കണ്ടോ, ഇനി നമുക്കിത് ചട്ടിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും നമ്മുടെ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് നമ്മുടെ തക്കാളിയാണ് പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളി മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇതേപോലെ തന്നെ മാവിൽ മുക്കിയെടുക്കാം. എല്ലായിടത്തും നല്ല ആവുന്ന രീതിയിൽ മുക്കിയെടുക്കാം കേട്ടോ നമ്മുടെ മാവ്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതും നമ്മുടെ ചട്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് നമ്മുടെ ഉള്ളിയാണ് നമ്മൾ പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതും നന്നായിട്ട് നമ്മുടെ മാവിൽ മുക്കിയെടുത്തിട്ട് കണ്ടോ ഇതേപോലെ മുക്കിയെടുക്കാം. ഇനി നമുക്ക് ചട്ടിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ബജിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ചട്ടിയിൽ നിന്ന് എടുക്കാം. ഇനി അടുത്ത് നമ്മുടെ മുട്ട ബജി കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ പെപ്പർ പൗഡറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് നമ്മുടെ മാവിൽ മുക്കിയെടുക്കുക. ഇതേപോലെ മുക്കിയെടുത്തു. ഇനി നമുക്ക് ചട്ടിക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മുട്ട ബജി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല മഴ വന്നു. അപ്പോൾ നമുക്ക് ബാക്കി 2 ബജി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് പൊരിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ബാക്കി 2 ഇനി വീടിൻ്റെ ഉള്ളിൽ നിന്ന് പൊരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട ബജി നന്നായി റെഡി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചട്ടിയിൽ നിന്ന് എടുക്കാം. ഇതേപോലെ ഇവിടെ ഇട്ടെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം നേരത്തെ പറഞ്ഞല്ലോ നല്ല മഴ വരുന്നുണ്ട്, നല്ല മഴയും ഇടിയും കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി ഇനി വീടിൻ്റെ ഉള്ളിൽ നിന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ പൊരിച്ചെടുക്കാൻ പോകുന്നത് നമ്മുടെ ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മളിവിടെ നന്നായിട്ട് പീങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മാവിലേക്ക് ഇതേപോലെ മുക്കിയെടുത്തിട്ട് നമുക്ക് ചട്ടിക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഇട്ടുകൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ബജി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. കണ്ടോ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും നമ്മുടെ പാത്രത്തിൽ നമുക്ക് ഇട്ടുകൊടുക്കണം. ഇനി അടുത്ത് നമ്മുടെ ബീട്രൂട്ട് ബജിയാണ്. ബീട്രൂട്ട് നമ്മൾ നന്നായിട്ട് പീങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ മാവിലേക്ക് മുക്കിയെടുക്കാം. ഇതേപോലെ നന്നായി മുക്കിയെടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ചട്ടിക്ക് ഇട്ടുകൊടുക്കാം. ഇനി അടുത്തതുപോലെ തന്നെ ചട്ടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ചട്ടിയിൽ നിന്ന് എടുക്കാം.
അപ്പോൾ നമ്മുടെ 8 ബജി നമ്മൾ പൊരിച്ചെടുത്തിട്ടോ. എല്ലാം നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ബജികളൊക്കെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് സമയമായപ്പോൾ നല്ല മഴ പെയ്തു. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് നമ്മളെ വീടിന്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കണ്ടോ, ഇതിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബജിയാണ് നമ്മുടെ തക്കാളി ബജി. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. തക്കാളി ബജി, പിന്നെ അതുപോലെ നമ്മുടെ ബീട്രൂട്ട് ബജി, പിന്നെ നമ്മുടെ ക്യാരറ്റ് ബജി, പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ബജി ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള കണ്ടോ, ഇത് നമ്മുടെ കായ ബജി, പിന്നെ നമ്മുടെ കിഴങ്ങ് ബജി, പിന്നെ അത് നമ്മുടെ മുട്ട ബജി, പിന്നെ നമ്മുടെ ഉള്ളി ബജി. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തുക. നല്ല ടേസ്റ്റുള്ള സാധനം ഉണ്ടല്ലോ. പിന്നെ നമ്മൾ കഴിക്കണില്ല, കാരണം നോമ്പാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോയിൽ കാണാം. താങ്ക് യു.